ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സോഷ്യൽ സൈക്കോളജി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നോക്കാം. ദി ക്വസ്റ്റ് ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ ഓൺ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ സ്റ്റാർട്ടഡ് വിത്ത് ദി എമർജൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാച്ചുറൽ സയൻസ് ഡ്യൂറിങ് ദി 19th സെഞ്ച്വറി. അല്ലേ? ഹ്യൂമൻ ബിഹേവിയർ, അതായത് മനുഷ്യൻ്റെ സ്വഭാവത്തെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, അല്ലേ, മനുഷ്യൻ്റെ സ്വഭാവത്തെ ഒരു സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ എന്ന രീതിയിൽ നമ്മൾ നാച്ചുറൽ സയൻറ്റിഫിക് ആയിട്ട് കണ്ടു തുടങ്ങിയത് 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലായിരുന്നു. കമ്മിറ്റ് ത്രൂഔട്ട് ദി സൊസൈറ്റി കുഡ് ബി സ്റ്റഡീഡ് യൂസിങ് ദി സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നാച്ചുറൽ സയൻസ്. അല്ലേ? അപ്പം മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ചത് 19ാം നൂറ്റാണ്ടിലാണ്. അപ്പം ആ മനുഷ്യൻ താമസിക്കുന്ന അവൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് പഠിച്ചതും ഈ ഒരു നാച്ചുറൽ സയൻസിലൂടെയാണ്. കമ്മിറ്റ് ആർഗ്യൂഡ് കെയർഫുൾ ഒബ്സർവേഷൻ ഓഫ് ദി ഇനിഷ്യേറ്റ്സ് ദാറ്റ് ആർ നൗ ഡയറക്റ്റ്ലി ടു എക്സ്പീരിയൻസ് കുഡ് ബി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ. അപ്പം കമ്മിറ്റ് എന്താണ്? അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലെയിൻ, അല്ലേ, ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദി റിലേഷൻ ബിറ്റ്വീൻ ദി ഒബ്സർവ്ഡ് ഫിനോമിനയാണ്. ബൈ അണ്ടർസ്റ്റാൻഡിങ് ദി കേഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഈവൻറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഈവൻറ്റ്. അപ്പം ഈ ഹ്യൂമൻ്റെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫ്യൂച്ചർ എന്താകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു ആ ഒരു ബേസിക്കിൽ നോക്കുമ്പോൾ തന്നെ. He also held the belief that once the rules governing the social life are identified, അല്ലേ, ഒരാളുടെ കുടുംബം നോക്കുന്നു. ഒരാളുടെ കുടുംബം പോലെ തന്നെയാണ് അടുത്ത ആളുടെയും കുടുംബം. പണ്ട് കാലത്തല്ലേ, ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു കുടുംബം പോലെ തന്നെയാണ് മറ്റുള്ള കുടുംബം, എല്ലാം ഒരുപോലെയായിരുന്നു, ഐഡൻറ്റിഫൈഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. The social scientist can work towards the betterment of the society. എന്താണ് സോഷ്യൽ സയൻറ്റിസ്റ്റ്? ഒരു സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു സയൻറ്റിസ്റ്റിന് വർക്ക് ടുവേർഡ്സ് വളരെ ബെറ്ററായിട്ട് സൊസൈറ്റിയുമായിട്ട്, അല്ലെ, ഒരു സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു സോഷ്യോളജിസ്റ്റിന് സമൂഹത്തിൽ വളരെ നന്നായിട്ട് ഇടപെടാൻ കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എടുത്തു പറയുന്നത് ദിസ് ക്വസ്റ്റ് ടു പ്രൊഡ്യൂസ് നോളേജ് അബൌട്ട് ദി സൊസൈറ്റിയെക്കുറിച്ച് നോളേജ് കിട്ടുന്നു. ആൻഡ് പ്ലേസ് ഓഫ് ദി ഇൻഡിവിജ്വൽ വിത്തൺ ഇറ്റ് ഓൺ ദി ബേസിസ് എവിഡൻസ് ആൻഡ് ഒബ്സർവേഷൻ ഇസ് സെൻട്രൽ ടു ദി ഒറിജിൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. The ideas of early and later sociologists helped to shape the social psychology. The ideas of early and later sociologists helped to shape the social psychology. ഒന്നും കൂടെ വായിക്കാൻ മനസ്സിലായില്ല. The ideas of early and later sociologists helped to shape the social psychology. Okay. സോഷ്യോളജിക്കൽ, അല്ലേ, സോഷ്യോളജിസ്റ്റിന് മാത്രമേ ഒരു സോഷ്യോളജിക്കലായിട്ടുള്ള കാര്യത്തിന് സോഷ്യൽ സൈക്കോളജിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റഡീഡ് ദി എഫക്റ്റ് ഓഫ് സോഷ്യൽ കണ്ടീഷൻ ഓൺ അവർ സെൻസ് ഓഫ് സെൽഫ്, അല്ലേ, നമ്മുടേതായ സെൽഫിഷ് ആയിട്ടുള്ള രീതിയിൽ. അതർ ഇൻഫ്ലുവൻസ് കോൺട്രിബ്യൂട്ടഡ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഇൻക്ലൂഡ് ജോർജ് സിമിലിൻ്റെതാണ് പറഞ്ഞത്. അപ്പം നോക്കാം, സോഷ്യൽ സൈക്കോളജി ഇതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ സൈക്കോളജിയുടെ ഒറിജിൻ എന്ന് വെച്ചാൽ, അതായത് ബേസിക് ആയിട്ടുള്ള എവിഡൻ്റ്, അല്ലേ, ഒരു സോഷ്യോളജിസ്റ്റിന് കിട്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എവിഡൻസുകളും അതുപോലെ തന്നെ ഒബ്സർവേഷൻ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സോഷ്യോളജിസ്റ്റിന്, അല്ലേ, സോഷ്യോളജിസ്റ്റിനെ ഹെൽപ്പ് ടു സോഷ്യൽ സൈക്കോളജീസിലേക്ക് ഒരു സോഷ്യോളജിസ്റ്റിന് മാത്രമേ ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റിൻ്റെ ആ ഒരു ഇതിലേക്ക് ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ജോർജ് സിമ്മൽ, 1858-1918, ചാൾസ് ഹോട്ടോൺ കൂളി and Erwin Goffman. The emergence of modern social psychology could be traced from the
19th സെഞ്ച്വറി അല്ലേ, എമർജൻസ് ഓഫ്, അതായത് മോഡേൺ ആയിട്ടുള്ള കൂടുതൽ പാശ്ചാത്യപരമായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ആ വേ എന്നുള്ള കുഡ് ബി ട്രേസ്ഡ് ഫ്രം ദി 19ാം നൂറ്റാണ്ടിൽ തന്നെയായിരുന്നു. വൺ ഓഫ് ദി ഫസ്റ്റ് സിസ്റ്റമാറ്റിക് മാനുവൽ ഓഫ് സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഇൻ മെൻ്റൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്താണ്, വൺ ഓഫ് ദി ഫസ്റ്റ് സിസ്റ്റമാറ്റിക് മാനുവൽ ഓഫ് സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഇൻ മെൻ്റൽ ഡെവലപ്മെൻറ്റിന് തന്നെ കാരണമായി. സോഷ്യലായിട്ടുള്ള എത്തിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ന്യൂയോർക്ക് ഇൻ ദി ഇയർ 1987 ബൈ ജെയിംസ് മാർക്ക് ബൽവാൻ. അപ്പോൾ എന്താണ്, സോഷ്യൽ സൈക്കോളജി ഓർ സോഷ്യൽ എത്തിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഇൻ മെൻ്റൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്തത് എവിടെയാണ്, ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ ജെയിംസ് മാർക്ക് ബെഡ്വിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് 98 അല്ലേ, 1908 ഇറ്റ് വാസ് വർക്ക് ഓഫ് 2 ഓതേഴ്സ്. 1908 ഇത് 2 എഴുത്തുകാരുടെ കോൺട്രിബ്യൂഷനായിരുന്നു. ആരൊക്കെയാണ്, വില്യം MC ഡൂഗാൾ ആൻഡ് എഡ്വാർഡ് എ റോസസ് എന്ന് പറയുന്ന 2 പേരുടെ കോൺട്രിബ്യൂഷനായിരുന്നു. That gave a social publication of 2 books on social psychology. The name of the books are An Introduction to Social Psychology. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്നുള്ള ബുക്ക് വില്യം MC ഡോഗളിൻ്റേതും, അതുപോലെ സോഷ്യൽ സൈക്കോളജി എന്നുള്ള ബുക്ക് എഡ്വാർഡ് എ റോസിൻ്റെതും ആയിരുന്നു. അതാണ് അതിൽ മെയിനായിട്ട് പഠിക്കേണ്ടുള്ളത്. ഇനി ഡിഫൈനിങ് സോഷ്യൽ സൈക്കോളജി. There is constant interaction between the intra-individual and social context and both influence each other mutually. അല്ലേ, സോഷ്യോളജിയും സൈക്കോളജിയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സോഷ്യൽ സൈക്കോളജി കുഡ് ബി ഡിഫൈൻഡ് ആസ് ദി സ്റ്റഡി ഓഫ് ഇൻ്റർഫേസ് ബിറ്റ്വീൻ these 2 sets of phenomena, the nature and the case of human social behavior. സോഷ്യോളജി എന്താണ് നേച്ചറിനെ കുറിച്ചും സൈക്കോളജി ഹ്യൂമൻ ബിഹേവിയർ, അത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെച്ചിന് ഡെൽമ അതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഡിഫൈൻ സോഷ്യൽ സൈക്കോളജി വിത്ത് ഇറ്റ്സ് എംഫസിസ് ഓൺ ദി ത്രൂഔട്ട് ഫീലിംഗ് ആൻഡ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. പഴയ കാര്യങ്ങൾ തന്നെയാണ് സൈക്കോളജി എന്ന് വെച്ചാൽ എന്താണ് മനുഷ്യൻ്റെ ബിഹേവിയറൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദി സോഷ്യൽ സൈക്കോളജി ഈസ് ദി ഡിസിപ്ലിൻ ദാറ്റ് എക്സ്പ്ലോറർ ഇൻ ആൻ in-depth manner the various aspects of social interaction. സോഷ്യൽ സൈക്കോളജിയിൽ നിന്ന് ഇൻഡെപ്തിലായിട്ട് പോയി പഠിക്കുന്നുണ്ട് സോഷ്യൽ ഇൻട്രാക്ഷനെ കുറിച്ച്. സോഷ്യൽ ഇൻട്രാക്ഷന് ബാരോൺ ആൻഡ് ബൈറൺ ഡിഫൈൻ സോഷ്യൽ സൈക്കോളജി ആസ് ദി സയൻറ്റിഫിക് ഫീൽഡ് ദാറ്റ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി നേച്ചർ ആൻഡ് കേസസ് ഓഫ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ്. എന്താണ്, അപ്പോൾ ഓരോ പേരുകളുമാണ് ഇതിൽ എടുത്ത് പഠിക്കേണ്ടുള്ളത്. എല്ലാവരും സോഷ്യോളജി എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ ഓഫ് സമൂഹവുമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവൻ്റെ ബിഹേവിയർ, അവൻ്റെ ഇമോഷൻസ് അതൊക്കെയാണ് എന്നുള്ളതിനെ വീണ്ടും വീണ്ടും പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് ടു സോഷ്യൽ സൈക്കോളജി. The definition given by Alport suggests that the root of social psychology are embedded in sociology as well as psychology. Sociology as well. Scholars such as Cook, Fine and House 1995, Dilemma 2006 are of the view that the social psychology essentially include analysis and synthesis of major work in field of sociology and psychology. Hence, it is interdisciplinary in nature. The main subject matter
Social psychology is the study of individuals in the social context. In other of social psychology is the study of individuals in the social context. In other words, the mind, self, and society are the subject matter of the social psychology. സെയിം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ കാര്യങ്ങൾ തന്നെയാണ്. സൊസൈറ്റി ഇൻറ്റേർണൽ പ്രോസസ്സ് നോക്കൂ. ഒരു സോഷ്യോളജി അതുപോലെ സൈക്കോളജി രണ്ടിലും വരുന്നത് അതാണ് സോഷ്യൽ സൈക്കോളജി. രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷനാണ് ഒന്ന് സോഷ്യോളജി, രണ്ടാമത് സൈക്കോളജി. രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷനാണ് സോഷ്യൽ സൈക്കോളജി. അതാണ് ആ ഒരു ടെക്സ്റ്റിൽ ചുമ്മാ ചവറാണ് കൊടുത്തിരിക്കുന്നത്. സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് നോക്കാം. സ്കോപ്പ് എന്ന് നോക്കാം. As said, social psychology studies human behavior in the social context. സോഷ്യൽ സൈക്കോളജി എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഹ്യൂമൻ ബിഹേവിയർ കണ്ടെക്സ്റ്റ്. സോഷ്യൽ സൈക്കോളജി അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് മൈൻഡ് ആൻഡ് ത്രൂ ഔട്ട് ദി പ്രോസസ് ഇൻ എ ഗ്രൂപ്പ് ആസ് വെൽ ആസ് ഇൻ ഐസൊലേഷൻ. അക്യൂസേഷൻ ഓഫ് നോളേജ് about the springs of human behavior is one of the most important tasks of social psychology. This field of relationship includes the study of human in small as well as in large group. It also, according to Delameter, the main concern of social psychology. Psychology എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ചുറ്റുപാടും പഠിക്കുന്നത്, അവൻ്റെ ഇമോഷൻസ്, അതൊക്കെയാണ്. ദി ഇമ്പാക്റ്റ് ഓഫ് ഓൺ ഇൻഡിവിജ്വൽ ഓൺ അനദർ. മനുഷ്യനും അവൻ്റെ ചുറ്റുപാടുകളുമല്ലേ. സൈക്കോളജി എന്ന് പറയുമ്പോൾ അവനെക്കുറിച്ച്, അപ്പോൾ സോഷ്യൽ എന്ന് പറയുമ്പോൾ ചുറ്റുപാട്. അപ്പോൾ ആദ്യം പറയുന്ന പോലെ ദി ഇമ്പാക്റ്റ് ഓഫ് ഓൺ ഇൻഡിവിജ്വൽ ഓൺ അനദർ, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ മറ്റൊരാൾ. ദി ഇമ്പാക്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓൺ ഇറ്റ്സ് ഇൻഡിവിജ്വൽ മെമ്പർ. ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുമ്പോൾ, ഒരാൾക്ക് ചുറ്റുമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലേ. ദി ഇമ്പാക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓൺ ഗ്രൂപ്പ് ഇൻ വിച്ച് ദേ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ ഒരാളുടെ. ദി ഇമ്പാക്റ്റ് ഓഫ് ഓൺ ഗ്രൂപ്പ് ഓൺ അനദർ, അത് ഒരു ഗ്രൂപ്പും അതുപോലെ മറ്റൊരു ഗ്രൂപ്പുമായിട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു ഇൻഡിവിജ്വൽസിനെ മറ്റൊരു ഇൻഡിവിജ്വലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൽ ഒരു ഇൻഡിവിജ്വൽസിനെ വെച്ച് നോക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഓൺ ദി ഗ്രൂപ്പ് ഇൻ വിച്ച് ദേ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ നോക്കുമ്പോഴോ, അല്ലെങ്കിൽ ദി ഇമ്പാക്റ്റ് ഓഫ് ഓൺ ഗ്രൂപ്പ് ഓൺ അനദർ, ഒരു ഗ്രൂപ്പിനെയും മറ്റൊരു ഗ്രൂപ്പിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി എ റെസിപ്രോക്കൽ റിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽസ് ആൻഡ് ദി സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഒരു റെസിപ്രോക്കലായിട്ടുള്ള റിലേഷനാണ് ഇൻഡിവിജ്വലും സോഷ്യൽ എൻവയോൺമെൻറ്റുമായിട്ട് നടക്കുന്നത്. ഹെൻസ് ഇറ്റ് കുഡ് ബി സെഡ് ദി സോഷ്യൽ സൈക്കോളജി അറ്റംപ്റ്റ് ടു പ്രസൻറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പിക്ചർ ഓഫ് ദി സോഷ്യൽ ആൻഡ് ദി സൈക്കോളജിക്കൽ. For instance, the prevailing culture determined how individuals, members of the society, think and feel. There is a general level of similarity in the thought process across all the individuals socialized in a particular society. The central topic of the research under the domain of social psychology include life course analysis. ലൈഫ് കോഴ്സ് അനാലിസിസ് ചെയ്യാനാണ് അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊന്നുമില്ല കേട്ടോ, ഫ്രീ ആയിട്ട് പറയാം. ഈ ഒരു സോഷ്യോളജിക്കൽ ടൂൾ കിറ്റിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇത്. സോഷ്യോളജിക്കൽ ഇമാജിനേഷനും ഉണ്ടല്ലേ, പിന്നെ സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂസ് ഉണ്ട്, പിന്നെ അവരുടെ കൾച്ചറുണ്ട്, റോൾസ് ആൻഡ് സ്റ്റാറ്റസ് ഉണ്ട്, സോഷ്യലൈസേഷനും ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് അതെന്താണെന്ന് നോക്കാം. You can take a few essential tools with you on your journey to study social psychology. These tools include concepts and terms which sociologists employ to develop and describe their research and theories.
അപ്പോൾ സോഷ്യോളജിക്കൽ ടൂളിൽ വരുന്ന ഒന്നാമത്തേതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ ഡേ ടു ഡേ ലൈഫിൽ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിറ്റീസ് ഓഫ് ഫാക്ടർ അല്ലേ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു വേരിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലൂവ് ചെയ്യുന്നു, വിച്ച് ഇൻക്ലൂഡ് ദി ഫാമിലി വാല്യൂസ് ആൻഡ് അതർ നോംസ്, വിച്ച് ഒന്ന് നമ്മുടെ ഫാമിലിയുടെ ഒരു ഇതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആവാം. ടേൺ ഷേപ്ഡ് ബൈ ദി ലാർജ് സോഷ്യൽ ഫോഴ്സ്. Okay, an important tool to see force at work in our everyday life is sociological imagination. അതൊക്കെയാണ് നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കാരണമാക്കുന്നത്. സി റൈറ്റ് മിൽസ് ഡിഫൈൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആസ് ഫോർ ഹൗ ഇൻഡിവിജ്വൽസ് അണ്ടർസ്റ്റാൻഡ് ദെയർ ഓൺ ആൻഡ് അതർ പാസ്റ്റ് ഇൻ റിലേഷൻ ടു ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. എങ്ങനെയാണ് നോക്കാം. Mills argued that sociologists must understand the large cultural, structural, and historical factors that influence individuals before arriving at any conclusion. By observing individuals and societies and how they interacted through this lens, sociologists are able to examine what influence attitudes, behavior, and കൾച്ചറും ബിഹേവിയറും അതെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂസ്. സോഷ്യൽ നോംസ് ആർ ബിഹേവിയറൽ ഗൈഡ് ലൈൻസ് ദാറ്റ് റെഗുലേറ്റ് അവർ ബിഹേവിയർ. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി റൂൾസ് ഓഫ് കണ്ടക്ട് വിച്ച് ആർ ഔട്ട് ടു ബി ഫോളോവഡ് ബൈ ഇൻഡിവിജ്വൽസ്. വാല്യൂസ് റിഫർ ടു സം ഡീപ്ലി ഹെൽഡ് ഐഡിയാസ് ആൻഡ് ബിലീഫ്. ഡീപ്ലി ഹെൽഡായിട്ട് ഐഡിയാസും ഉണ്ട്, അതുപോലെ തന്നെ ബിലീഫും ഉണ്ട്. വാല്യൂസ് portray an ideal and the standard that a society would like to embrace and live up to. Okay, culture refer to the unique patterns of behavior. അല്ലേ, നമ്മുടെ എല്ലാവർക്കും അവരുടേതായ ഒരു കൾച്ചറുണ്ട്. അപ്പം അതാണ് നമ്മുടെ ബിഹേവിയറിനെ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ബിലീഫ് സ്പെസിഫിക് ടു എ പർട്ടിക്കുലർ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലുള്ളവർ ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള അതേ ഒരു കൾച്ചറായിരിക്കില്ല കേരളത്തിൻ്റെ പുറത്ത് പോകുമ്പോൾ. പല ഓരോ സ്ഥലത്തും ഓരോരോ കൾച്ചറായിരിക്കും. അലോസീഡ്സ് ഹാവ് ദെയർ ഓൺ കൾച്ചർ. ഓക്കെ, ദി കമ്പോണൻറ്റ് ഓഫ് കൾച്ചർ ഇൻക്ലൂഡ് സിമ്പിൾസ്, അപ്പോൾ ഇത് കൾച്ചർ എന്ന് പറയുന്നതെങ്കിൽ ഒന്ന് അവരുടെ സിമ്പിൾസ് വസ്ത്രധാരണ അതൊക്കെയാണ് വരുന്നത്. പിന്നെ അവരുടെ സംസാരം, ലാംഗ്വേജ്, വാല്യൂസ്, ബിലീഫ്. പിന്നെ അവരുടെ പണ്ട് കാലം തൊട്ടുള്ള അവരുടെ ബിലീഫ്, വിശ്വാസങ്ങൾ, നോംസ് ആൻഡ് മെറ്റീരിയൽ ആർട്ടിഫിക്കൻ്റ് കൾച്ചർ ഈസ് ഷെയർഡ്. ഓക്കെ, അതൊക്കെയാണ് ഷെയർഡ്. റോൾസ് ആൻഡ് സ്റ്റാറ്റസ്. റോൾസ് ആർ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ദാറ്റ് വി റിക്കഗ്നൈസ് ഇൻ ഈച്ച് അതർ ദാറ്റ് ആർ represent of a person's social